എല്ലാവർക്കും നമസ്കാരം. വീട്ടിൽ ഇന്ന് ഭരണി ദീപം വയ്ക്കാനുള്ള ഒരുക്കത്തിലാണ്. കാർത്തിക ദീപത്തിൻ്റെ തലേദിവസമാണ് നമ്മൾ ഭരണി ദീപം തെളിയിക്കുന്നത്. ഭരണി ദീപം തെളിയിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ നമുക്ക് നോക്കാം. പക്ഷെ അതിന് മുൻപായിട്ട് ഇത്രയും വർഷങ്ങൾ കൊണ്ട് ഒരുപാട് വിളക്കുകളൊക്കെ ചേർന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴുകി ഇങ്ങനെ നമ്മൾ ദീപം വയ്ക്കുന്നതിന് മുമ്പുള്ള ഒരു പ്രിപ്പറേഷനിലാണ്. ഒരുപാട് വിളക്കുകൾ പൊട്ടിപ്പോയി. ബാക്കിയുള്ള വിളക്കുകളൊക്കെ കഴുകി ഇങ്ങനെ ഉണക്കാൻ എടുത്തു വെച്ചു. ശ്രീരാം സ്കൂളിൽ നിന്ന് വന്നതും ആദ്യം തന്നെ അവൻ നേരെ ടെറസിലേക്കാണ് പോയത്. അപ്പോൾ അവൻ ഭംഗിയായിട്ട് അതൊക്കെ എടുത്തു തരികയാണ് കേട്ടോ. അമ്മേനെ ഹെൽപ്പ് ചെയ്യുന്നൊരു മകനാണ്. അപ്പോൾ എനിക്കത് വളരെ സന്തോഷം തോന്നി. കുട്ടി ചെയ്യട്ടെ എന്ന് കരുതി. ഇതൊക്കെ കണ്ടു പഠിക്കണ്ടേ, നാളെ അവനും ചെയ്യാനുള്ളതല്ലേ അവൻ്റെ വൈഫിൻ്റെ കൂടെ അല്ലേ. ഓക്കെ, അപ്പോൾ അതൊക്കെ ഞങ്ങൾ എടുത്തു കൊണ്ടുവന്നു. പിന്നെ വീടിൻ്റെ പ്രധാന വാതിൽ കട്ടിൽ നന്നായി കഴുകിയിട്ട് മഞ്ഞൾ തേച്ച് കുങ്കുമം വയ്ക്കുന്ന ശീലം എനിക്കുണ്ട്. അപ്പം ഞാൻ ഈ മഞ്ഞളിലേക്ക് കുറച്ച് ജവാദ് പൊടിയും ദശാംഗം പൗഡറും പച്ചക്കർപ്പൂരവും ചേർത്ത് വെള്ളം ചാലിച്ചിട്ടാണ് ഞാൻ മഞ്ഞൾ തേക്കുക. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ എൻട്രൻസിൽ വരുമ്പോൾ തന്നെ വല്ലാത്തൊരു പോസിറ്റിവിറ്റിയാണ്. സാധാരണ ഞാൻ എപ്പോഴും മഞ്ഞളിൽ ജവാദ് പൊടിയും പച്ചക്കർപ്പൂരവും ചേർക്കാറുണ്ട്. ഇത്തവണ അല്പം ദശാംഗം പൗഡറും കൂടെ ചേർത്തു. വൺസ് അതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര ഒരു ഡിവൈൻ സ്മെൽ എൻട്രൻസിൽ. നല്ല വൃത്തിയായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് പൊട്ട് വെച്ചു. നമ്മൾ യൂസ് ചെയ്യുന്ന കുങ്കുമം കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ബ്രൈറ്റ് ആയിട്ടുള്ള കളറാണ്, കിട്ടുമെന്ന്. അഫ്കോഴ്സ് ഈ ഒരു റെഡ് കുങ്കുമം അവൈലബിൾ ആണ് കേട്ടോ. ഇത് ഒറിജിനൽ താഴമ്പൂ കുങ്കുമമാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ബോക്സ് 40 രൂപയാണ്. വേണമെന്നുണ്ടെങ്കിൽ സൈറ്റിൽ പോയി ഓർഡർ ചെയ്യാം, അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്തോളൂ. ഇനി എന്തുകൊണ്ട് ഭരണി ദീപം തെളിയിക്കണമെന്ന് നോക്കാം. ഈ കാർത്തിക മാസത്തിലെ വൃശ്ചിക മാസത്തിൽ വരുന്ന ഭരണി നക്ഷത്രത്തിലാണ് നമ്മൾ ഭരണി ദീപം തെളിയിക്കേണ്ടത്. 5 അകൽവിളക്കുകളിലായിട്ടാണ് നമ്മൾ ഈ ഭരണി ദീപം തെളിയിക്കേണ്ടത്. ഈ മരണഭയം, അനാവശ്യമായിട്ടുള്ള പേടി, ഭയം, അതേപോലെ തന്നെ നമ്മളുടെ പിതൃക്കൾ ചെയ്തിട്ടുള്ള നന്മകളും തിന്മകളും അതിൻ്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കേണ്ടത് അടുത്ത തലമുറയാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷ നേടാൻ നമ്മളുടെ പൂർവികർ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ അപരാധങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒരു കർമ്മ വിനയായിട്ട് നമുക്ക് വന്നു ചേരും. അപ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷ നേടാൻ നമ്മൾ ഈ വൃശ്ചിക മാസത്തിലെ ഭരണി നക്ഷത്രത്തിൽ 5 അകൽവിളക്കുകളിൽ ഭരണി ദീപം തെളിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദോഷങ്ങളൊന്നും ഏൽക്കാതെ രക്ഷ നേടാമെന്നുള്ളത് യമധർമ്മരാജൻ നൽകിയിട്ടുള്ള വരമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഭരണി ദീപം തെളിയിക്കുന്നത്. നാളെ കാർത്തിക ദീപമാണ്. എല്ലാവരുടെ വീട്ടിലും കാർത്തിക ദീപങ്ങൾ തെളിയട്ടെ. ആ ദീപം പോലെ നിങ്ങളുടെ ജീവിതവും പ്രകാശിക്കട്ടെ. ഓം ശരവണ ഭവ.